ബഹുനില കെട്ടിടം, ആധുനിക സൗകര്യങ്ങൾ തുടങ്ങി എല്ലാം ഹൈടെക് ആയെങ്കിലും സർക്കാർ ആശുപത്രി ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് പിന്നിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. ആശുപത്രി വികസനത്തിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ ഒരുപാട് നടന്നിട്ടും നടപടികളാകാത്തതിന് കാരണം സാങ്കേതിക തടസ്സങ്ങൾ തന്നെ. എങ്കിലും ചികിത്സകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉള്ള ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രിയെ പരാതികളില്ലാതെ നയിക്കുന്നുണ്ട്. 1910 ആരംഭിച്ച സർക്കാർ ആശുപത്രി മലയോര മേഖലയുടെ മാത്രമല്ല ഹൈറേഞ്ചിലെയും ജനങ്ങളുടെയും ഏക ആശ്രയമായിരുന്നു. പഴയ കെട്ടിടങ്ങളിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ നടത്തി ഒരു കാലത്ത് രോഗികളുടെ സങ്കേതമായിരുന്ന ആശുപത്രി പക്ഷേ വികസനം എത്തിയപ്പോൾ പ്രവർത്തന കാര്യത്തിൽ തരം താഴ്ത്തപ്പെട്ടു. ബഹുനില മന്ദിരം നിർമ്മിച്ച ഉദ്ഘാടന വേളയിൽ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തുമെന്നുൾപ്പെടെ പ്രഖ്യാപനങ്ങളുണ്ടായി. ഇതിനിടെ പ്രഖ്യാപനത്തിലൂടെ ജനറൽ ആശുപത്രിയുമാക്കി. പക്ഷേ ജനങ്ങൾ പറയുന്നത് 20 വർഷം മുൻപുണ്ടായിരുന്ന ആശുപത്രി മതിയായിരുന്നു. സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന ബോർഡ് കടന്ന് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടുന്നതെല്ലാം ലഭിക്കും. ആശുപത്രിയുടെ വലിപ്പം കണ്ട് കൂടുതൽ ചികിത്സാ സേവനങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം. ഇടയ്ക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും രേഖകളിലില്ല. കാഞ്ഞിരപ്പള്ളിയിൽ ജനറൽ ആശുപത്രി ഉള്ളതിനാൽ കുറഞ്ഞ ദൂരപരിധിയിൽ വീണ്ടും ഒരു താലൂക്ക് ആശുപത്രിയോ ജനറൽ ആശുപത്രിയോ അനുവദിക്കാൻ നിയമമില്ല എന്നാണ് അധികൃതരുടെ ന്യായം. 4 ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ ലഭ്യമാണ്. ജീവനക്കാരുടെ എണ്ണത്തിലും ആനുപാതികമായി കുറവൊന്നുമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലെ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ ആശുപത്രിയിലെത്തിയ സായാഹ്ന ഒപിയിൽ ഡോക്ടറെ നിയമിച്ചിരിക്കുന്നതും ബ്ലോക്ക് പഞ്ചായത്താണ്. അടിത്തട്ടിലെ നില കൂടാതെ 4 നിലകളിൽ കിടത്തി ചികിത്സയും മറ്റ് പ്രത്യേക വിഭാഗങ്ങൾക്കും ആവശ്യമായ സൗകര്യവും സ്ഥലവും ലഭ്യമാണ്. ലിഫ്റ്റ് സൗകര്യവുമുണ്ട്. നിലവിൽ 2 നിലകളിൽ മാത്രമാണ് ആശുപത്രിയുടെ പ്രവർത്തനമുള്ളത്. എക്സ്റേ യൂണിറ്റ് അനുവദിച്ച് നിർമ്മാണം നടക്കുന്നുണ്ട്. ഡയാലിസിസ് കേന്ദ്രത്തിനായി അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭ്യമായിട്ടില്ല. ആവശ്യത്തിന് സൗകര്യങ്ങൾ ഉള്ളതിനാൽ വിവിധ വിഭാഗങ്ങളിലുള്ള ചികിത്സകൾ നൽകാനും സ്പെഷ്യൽ ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്താനും കഴിയും. ഗൈനക്കോളജി വിഭാഗം, ENT തുടങ്ങിയ അവശ്യ വിഭാഗങ്ങൾ അനിവാര്യം. മോർച്ചറി നിർമ്മിക്കുന്നതിനും സൗകര്യമുണ്ട്. പഴയ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തി ലാബ്, എക്സ്റേ തുടങ്ങി എല്ലാ വിഭാഗത്തിനും പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ട്. നിലവിൽ സ്വകാര്യ ആശുപത്രികളെയും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയും ആണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഏലപ്പാറ, കട്ടപ്പന, പെരിയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ എത്തുന്നവർക്ക് മുണ്ടക്കയത്ത് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാകും.